വൈസ് പ്രിൻസിപ്പാളിന്റെ ഒരു പ്രസംഗത്തോടു കൂടിയാണ് ഈ ഒരു എപ്പിസോഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഗ്യാങ്സ്റ്റർ ആകണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? അങ്ങനെയുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പരാതിയൊക്കെ ചെന്നിട്ടുണ്ട്. അങ്ങനെ പരാതി ചെന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ മൊത്തത്തിൽ നിരീക്ഷണത്തിലേക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ഇൻസ്പെക്ഷന് ശേഷം നമ്മുടെ സ്കൂൾ പോലും പൂട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ലേക്കും ഈ ഒരു കാര്യത്തിൽ എന്താണ് പറയുവാനായിട്ടുള്ളതെന്നൊക്കെ പ്രിൻസിപ്പാളും ചോദിക്കുന്നു. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരാണ് പരാതി കൊടുത്തതെന്ന് പറയാതെ പറയുകയാണ് വൈസ് പ്രിൻസിപ്പൾ ഇവിടെ ചെയ്തത്. ലീയും അങ്ങനെ മൈക്കിലൂടെ ഓരോരോ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. ഞാൻ ഈ സ്കൂളിലേക്ക് വന്നിട്ട് അധികം നാളായിട്ടില്ലെങ്കിൽ പോലും എന്റെ ടീച്ചറായിട്ടുണ്ടായിരുന്ന ടീച്ചറോ എന്നോട് സ്കൂളിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു വർഷത്തിന് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമൊക്കെ കാണിക്കുകയാണ്. ഈ ഒരു സമയത്ത് ടീച്ചറോയും ലീയും ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു. ടീച്ചറോടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുവാനായിട്ടായിരുന്നു അവളും എത്തിയിട്ടുണ്ടായിരുന്നത്. ടീച്ചർ സർട്ടിഫിക്കേഷൻ എക്സാം ഒക്കെ ഇത്തവണ ലീ ജയിക്കുമെന്നൊരു വിശ്വാസമൊക്കെ അവൾക്കുണ്ട്. അങ്ങനെ ഇരിക്കെ പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് അവൾക്ക് പണിഷ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ ഒക്കെ ടീച്ചറിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. ടീച്ചറും അതൊക്കെ കാണിച്ച് അവളെ കളിയാക്കുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ലീക്കാണ് ഇപ്പോൾ മാറ്റമൊക്കെ വന്നിട്ട് ഒരു ടീച്ചറൊക്കെ ആക്കുവാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികളും ഞാനും ഒരേ രീതിക്കൊന്നും അല്ല മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ടീച്ചർ പറയുമ്പോഴത്തേക്കും, അതുപോലത്തെ ഒരു സ്കൂളിലൊക്കെ ചേരേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് ലീയും ടീച്ചറിന്റെ അടുത്ത് ചോദിക്കുന്നത്. എങ്കിലും ടീച്ചറോ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ മാറ്റിയതുപോലെ തന്നെ ആ കുട്ടികളെ ടീച്ചറോയ്ക്ക് മാറ്റുവാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസമൊക്കെ ലീക്കുമുണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പായിട്ടൊക്കെ ടീച്ചറോയും മരണപ്പെട്ടു. ഈ ഒരു സ്കൂൾ നശിപ്പിക്കുവാനായിട്ട് നോക്കുന്ന ആൾക്കാരെ മാറ്റുവാനായിട്ടാണ് ഞാനും ഇവിടെ എത്തിയത്. അങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് ആർക്കും ഒരു അപകടവും വരാതെ ഞാനും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും. എന്റെ ശത്രു ആരാണെങ്കിലും ഞാനത് ചെയ്യുമെന്നൊക്കെ ലീ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വൈസ് പ്രിൻസിപ്പളും ആ ഒരു മൈക്കൊക്കെ മാറ്റിവെക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ഗാമിനും പെട്ടെന്ന് അകത്തേക്കൊക്കെ കയറി വന്നിട്ട് ഹാനൂളിട്ട് തല്ലുന്നത്. അതുകൂടാതെ ഹാനൂൾ അപ്പോഴും തന്നെ തിരിച്ച് ഗാമിനിട്ടും തല്ലുന്നു. ഇപ്പോൾ ഈ തല്ലൊക്കെ കിട്ടിയപ്പോൾ നിനക്ക് വേദനിച്ചില്ലേ? നീയും ഞങ്ങളെപ്പോലെ വെറും ഒരു മനുഷ്യൻ മാത്രമാണ്. അതൊക്കെ അറിഞ്ഞിട്ട് വേണം നീയും ഇനി പെരുമാറുവാനെന്നൊക്കെ ഗാമിനും ഹാനൂളിന്റെ അടുത്തൊക്കെ പറയുന്നു. സുൺചൂളും ഫ്രണ്ട്സും ഗാമിന്റെ തല്ലൊക്കെ കൊണ്ട് കിടക്കുകയാണ്. പക്ഷെ സുൺചൂളിന് അതൊന്നും തന്നെ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ നമ്മളെ ഗാമിൻ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ബാക്കപ്പ് ഫൈറ്റേഴ്സ് ആയിട്ടൊക്കെ നമുക്കിനി നിൽക്കേണ്ടതായിട്ട് വരികയില്ല. അവരും നമ്മളെ പിരിച്ചുവിടുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ പണമൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ സുൺചൂളിന്റെ ഒരു ഫ്രണ്ട് ഒക്കെ ചോദിക്കുന്നു. ലീ ടീച്ചറോട് സ്റ്റുഡന്റ് ആയിരുന്നല്ലേ? വെറുതെ അല്ല. അവർ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു സിമിലാരിറ്റി ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലീ അല്ലേ കുട്ടികളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവൾ പ്രൊട്ടക്ട് ചെയ്യുന്നതൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാനോളും ഇപ്പോൾ ഒരാളെ കോളൊക്കെ ചെയ്യുന്നു. കോൾ ചെയ്തതിന് ശേഷം നിങ്ങൾ പറഞ്ഞ ആ ഒരു ദൗത്യമൊക്കെ നമുക്ക് സുണിച്ചോളിനെ ഏൽപ്പിച്ചാലോ എന്നായിരുന്നു ചോദിച്ചിട്ടുമുണ്ടായിരുന്നത്. അടുത്തതായിട്ട് സുണിച്ചോളിനെ കാണിക്കുന്നു. സുണിച്ചോളിന് ആകെയുള്ളത് മുത്തശ്ശനൊക്കെയാണ്. മുത്തശ്ശൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അവനും മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ ഹോസ്പിറ്റലിലും ഇരിക്കുന്നു. മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് സുണിച്ചോൾ വലിയൊരാളായി കാണണമെന്നൊക്കെ ആയിരുന്നു മുത്തശ്ശന്റെ ഏറ്റവും വലിയ ആഗ്രഹം. മുത്തശ്ശന്റെ ആഗ്രഹമൊക്കെ പോലെ വലിയൊരാളാകുവാനായിട്ടാണ് ഞാനും ഒരു ടെസ്റ്റ് ഒക്കെ എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് അവനും ഒരു ടെസ്റ്റിന്റെ പേരൊക്കെ പറയുന്നു. ഇത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ വളർത്തുവാനായിട്ടുള്ള ഒരു ടെസ്റ്റ് ഒക്കെയാണ്. അങ്ങനെ ഇരിക്കെ മുത്തശ്ശനും ഇതേ ടെസ്റ്റിന് വേണ്ടിയൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശനും നമ്മൾ എന്നാണോ പഠിത്തമൊക്കെ നിർത്തുക അന്നാണ് നമ്മൾ ശരിക്കും മരിക്കുന്നതെന്നായിരുന്നു അവരുടെ അടുത്തും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇതിന് ആവശ്യമുള്ള വെക്കാബുലറി എല്ലാം തന്നെ എഴുതിയൊക്കെ ചിട്ടപ്പെടുത്തിയിട്ട് മുത്തശ്ശനും അത് അവനെ ഏൽപ്പിക്കുകയാണ്. സുൺചോളിന്റെ കയ്യിൽ ഹോസ്പിറ്റലിൽ അടയ്ക്കുവാനുള്ള പണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരു കാലാവധിക്ക് അവരും കൊടുക്കുന്നു. എന്നാൽ വല്ല കോൾഡ് ഡ്രിങ്ക്സും കുടിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വെൻഡിങ് മെഷീനിൽ നിന്നും അതൊക്കെ എടുക്കുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അവന്റെ കയ്യിൽ പണം ഒന്നും തികയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്താണ് അമ്മ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഗാമിനും കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുവാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവർ രണ്ടുപേരും സംസാരിക്കുന്നു. എന്തിനായിരുന്നോ ഹാരൂളിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുവാനായിട്ട് ഗമന് പോയിട്ടുണ്ടായിരുന്നെന്നുള്ള കാര്യം ഒന്നും തന്നെ സുണിച്ചോളിന് അറിയുക കൂടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ഇതുപോലെ ഗാമിന്റെ അമ്മ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന കാര്യം എല്ലാം തന്നെ സുണിച്ചോളും അറിഞ്ഞത്. കാര്യമൊന്നും അറിയാതെയായിരുന്നു ഞാനും നിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് സുണിച്ചോളും ഗാമിന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുന്നു. അമ്മയും ഉടനെ ഡിസ്ചാർജ് ആകുമെന്നൊക്കെ അറിയുമ്പോഴത്തേക്കുമാണ് അവന് സമാധാനമാകുന്നത്. നീ എന്തിനാ എപ്പോഴും ഹാനൂളിന്റെ പിന്നാലെയൊക്കെ നടക്കുന്നത്? നിനക്ക് മര്യാദയ്ക്ക് പഠിച്ചൂടെ? നീയുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്ത സമയത്ത് നിന്റെ പോക്കറ്റിൽ നിന്നും ഇംഗ്ലീഷ് വൊക്കാബുലറി ഒക്കെ താഴെ പോയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നീ മര്യാദയ്ക്ക് പഠിക്കുകയൊക്കെ ആണെങ്കിൽ നിനക്കും കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടുകയും പിന്നീട് നല്ലൊരു ജോലിയൊക്കെ കിട്ടുകയും ചെയ്യുമല്ലോ എന്നൊക്കെ കമൻ പറയുമ്പോഴത്തേക്കും, ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടും, പിന്നീട് നല്ല ജോലിയും കിട്ടും. അതേസമയം ഞാൻ ഹാനുളുടെ കൂടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ തന്നെ ഹാനുളുടെ അച്ഛന്റെ കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ ഞാൻ 12th ആയി. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഞാൻ പഠിച്ചിട്ട് അത്രയ്ക്ക് വലിയ മാറ്റം ഒന്നും തന്നെ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല.
സുണിച്ചോളും അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് അവന്റെ ഒരു ഫ്രണ്ടൊക്കെ അവനെ കോൾ ചെയ്യുന്നത്. ട്രെയിനേഴ്സ് ഒക്കെ ഇവിടെ എത്തിയെന്നും എത്രയും വേഗം നീ രക്ഷപ്പെട്ട് പോയിക്കോ എന്നുമൊക്കെ ആയിരുന്നു അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴേക്കും യോൻബേക്ക് ഗ്യാങ്ങിലെ ട്രെയിനേഴ്സ് ഒക്കെ ഹോസ്പിറ്റലിലും എത്തിയിട്ടുണ്ടായിരുന്നു. ആ ട്രെയിനേഴ്സ് സുണിച്ചോളിനെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും എങ്ങോട്ടാണ് ഇവനെ കൊണ്ടുപോകുന്നതെന്നൊക്കെ ഗാമിനും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഗാമിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഗാമിനെ മാറ്റി നിർത്തിയതിനു ശേഷം ഇവൻ 10th പഠിക്കുന്നതാണ്, അല്ലാതെ എന്റെ ഫ്രണ്ട് ഒന്നും അല്ല, എനിക്കും ഇവനെ അറിയുക പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗാമിനെ മാറ്റി നിർത്തിയതിനു ശേഷമായിരുന്നു സുണിച്ചോളും അവരുടെ ഒപ്പം താല്പര്യമില്ലാതെയൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ സുണിച്ചോള് ഫോൺ എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അവന്റെ ഫോണിലേക്ക് മുത്തശ്ശന്റെ കോളൊക്കെ വന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ഗാമിനും ഇപ്പോൾ മുത്തശ്ശനെ കാണുവാനായിട്ടൊക്കെ പോകുന്നു. മുത്തശ്ശനും ഇപ്പോൾ ഒരു എക്സാം ഒക്കെ എഴുതിയിട്ട് അതിൽ എത്ര എണ്ണം ശരിയായെന്നൊക്കെ ഗാമിന്റെ അടുത്തും ചോദിക്കുകയാണ്. ആകെ 4 എണ്ണം മാത്രമാണ് മുത്തശ്ശൻ അതിൽ ശരിയാക്കുവാനായിട്ടൊക്കെ സാധിച്ചത്. എങ്കിലും മുത്തശ്ശനെ വിഷമിപ്പിക്കാതൊക്കെ ഇരിക്കുവാനായിട്ട് ഗാമൻ നോക്കുമ്പോഴത്തേക്കും ഇന്നലെ ഞാൻ 3 എണ്ണം മാത്രമാണ് ശരിയാക്കിയത്, ഇന്ന് എനിക്ക് 4 എണ്ണം ശരിയായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കൂടി ഞാൻ കൂടുതൽ ശരിയാക്കി, അതൊക്കെ ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമാണെന്നായിരുന്നു മുത്തശ്ശനും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രായത്തിലും മുത്തശ്ശൻ എന്തിനാണ് ഈ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഓരോ ദിവസവും ഞാൻ കൂടുതലായിട്ടൊക്കെ പഠിക്കുമ്പോഴത്തേക്കും കൂടുതൽ നല്ലൊരു വ്യക്തിയായിട്ടാണ് ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും നല്ല വ്യക്തി ആകാനായിട്ടാണ് താനും പഠിക്കുന്നതെന്നായിരുന്നു മുത്തശ്ശനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഗാമൻ പോകുന്ന സമയത്ത് പഠിത്തമൊക്കെ എത്രത്തോളം രസകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ നീ വേണം സുണച്ചോളിന് പറഞ്ഞു കൊടുക്കുവാനെന്നൊക്കെ ആയിരുന്നു മുത്തശ്ശനും പറഞ്ഞത്. കുട്ടികളും ഒരു വാർത്തയൊക്കെ കാണുകയാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരാളെ കുത്തി കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്നും 18 വയസ്സുള്ള ഒരു സ്കൂൾ സ്റ്റുഡന്റിനെയൊക്കെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അത് സുണിച്ചോളാണെന്നുള്ള കാര്യം കുട്ടികൾക്ക് മനസ്സിലാകുന്നു. അവരങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കുമായിരുന്നു ഇന്നലെ രാത്രി നീയും സുണിച്ചോളിനെ കണ്ടിട്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഡിറ്റക്റ്റീവും ഗാമിനെ കാണുവാനായിട്ട് എത്തുന്നത്. പിന്നീട് ഗാമിനെ ഡിറ്റക്റ്റീവ് ചോദ്യം ചെയ്യുന്നു. സുണിച്ചോളിനോട് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറെ യോൻബേക്ക് ഗ്യാങ്ങിലെ ആൾക്കാരൊക്കെ വന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ഇത്രയും മാത്രമേ തനിക്ക് അറിയുകയുള്ളൂ എന്നായിരുന്നു ഗാമിനും ഡിറ്റക്റ്റീവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ സുണിച്ചോളാണ് ആ ഒരു കൊലപാതകയെ എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് ഗാമിന് ചോദിക്കുമ്പോഴത്തേക്കും നിലവിലുള്ള തെളിവുകളൊക്കെ വെച്ചിട്ട് അവനാകുവാനാണ് സാധ്യത കൂടുതൽ എന്നായിരുന്നു ഡിറ്റക്റ്റീവിന്റെ മറുപടി. ഇതേ ചോദ്യം തന്നെ ഗാമിൻ സെഹ്യുന്റെ അടുത്തും ചോദിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും ഹാനുളുടെ കൂടെ എന്തിനും വേണ്ടി നടക്കുന്നവനല്ലേ അവൻ, മാത്രമല്ല യോൻബെക്ക് ഗ്യാങ്ങിലെ ഒരു ബാക്കപ്പ് ഫൈറ്ററാണ് അവൻ, അങ്ങനെയിരിക്കെ അവനത് ചെയ്യുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നൊക്കെ സെഹ്യുണും പറയുന്നു. സെഹ്യുണും ഹീവണും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ക്രൈംസിനെ കുറിച്ചുള്ള ഒരു പഠനമൊക്കെ നടത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അവനും ഒരു വിവരമൊക്കെ എല്ലാവരെയും അറിയിക്കുന്നത്. എല്ലാ സിറ്റിയിലെയും പോലെ നമ്മുടെ സിറ്റിയിലും ഒരുപാട് ക്രൈംസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ നടന്ന ക്രൈംസിൽ നിന്നും ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ പ്രായപൂർത്തി ആയവരായിരുന്നു ഒരുപാട് ക്രൈംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ക്രൈംസ് ഒക്കെ ചെയ്യുന്നത്. പ്രായപൂർത്തി ആയവർ ചെയ്യുന്ന ക്രൈംസ് കുറഞ്ഞും വരുന്നുണ്ട്. അതിനർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തി ആയവര് അവർക്ക് ചെയ്യുവാനുള്ള ക്രൈംസ് എല്ലാം തന്നെ ചെയ്തിട്ട് അതെല്ലാം തന്നെ കുട്ടികളുടെ മേൽ ആരോപിക്കുന്നു. ഈ കുട്ടികളും ക്രൈംസ് ഒക്കെ ഏറ്റെടുത്ത് ജയിലിൽ പോകുവാനായിട്ടും തയ്യാറാകുകയാണ്. കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ശിക്ഷയും കുറഞ്ഞിരിക്കും. ഈ ഒരു കാരണം കൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും ക്രൈംസിലൊക്കെ പെട്ടുപോകുന്നത്. നമ്മുടെ ഇവിടെയുള്ള കുട്ടികളൊക്കെ ഓൾറെഡി ഗാങ്സ്റ്റേഴ്സിന്റെ കൂടെയുള്ള യോൺബിക്ക് ഗ്യാങ്ങിലൊക്കെ ചേർന്നവരാണല്ലോ. അങ്ങനെ ഇരിക്കെ അവർ കുറ്റമൊക്കെ സമ്മതിച്ച് ജയിലിലൊക്കെ പോവുകയാണെങ്കിൽ 2-3 വർഷമൊക്കെ ശിക്ഷ കിട്ടും. പക്ഷേ ശിക്ഷയ്ക്ക് ശേഷം അവർ തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ ഹാനോളുടെ കമ്പനിയിലൊക്കെ ആയിരിക്കും അവർക്ക് ജോലി കിട്ടുക. അത്രയും വലിയ കമ്പനിയിലൊക്കെ ജോലി കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ സിമ്പിൾ ആയിട്ട് കുറ്റകൃത്യങ്ങളൊക്കെ ഏറ്റെടുക്കും. ഇതാണ് ഇവിടെ നിലവിൽ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. സെഹ്യോണും ഈ ഒരു കാര്യങ്ങൾ എല്ലാവരെയും തന്നെ അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ സുൺചോൾ അല്ല ഈ ഒരു കുറ്റകൃത്യം ചെയ്തതെന്ന് പറയുവാനായിട്ടുള്ള എന്തെങ്കിലും തെളിവൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നൊക്കെ ജീവ ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നായിരുന്നു സെഹ്യോണും അറിയിച്ചത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.